ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറുന്നത് ഇന്ത്യക്ക് നിഷേധിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉടമ്പടിയിൽ ആർട്ടിക്കിൾ 8 പ്രകാരമാണ് ഇന്ത്യക്ക് അത് നിഷേധിക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയുടെ ആർട്ടിക്കിൾ 8 ക്ലോസ് 1 ക്ലോസ് എ ക്ലോസ് 3 പറയുന്നത് പ്രകാരം എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ കൈമാറുന്നത് അന്യായമോ അടിച്ചമർത്തലിന്റെയോ ഭാഗമാകാൻ പാടുള്ളതല്ല. കൂടാതെ ആ വ്യക്തിക്കെതിരെയുള്ള ആരോപണം നീതിയുടെ താല്പര്യങ്ങളിൽ നല്ല വിശ്വാസത്തോടെ നടത്തപ്പെട്ടില്ല എന്നത് വ്യക്തമാവുകയാണ് എങ്കിൽ വ്യക്തികളെ കൈമാറാതിരിക്കാം. 1962 കുറ്റവാളി കൈമാറ്റ നിയമത്തിന്റെ 29-ാം വകുപ്പും ഇതേ തത്വം പ്രതിഫലിക്കുന്നുണ്ട്. ഹസീനയുടെ കാര്യത്തിൽ ഈ വ്യവസ്ഥ ബാധകമായേക്കും. അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഈ വാദത്തിന് ബലമുണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ്. ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ പകപോക്കലും രാഷ്ട്രീയ ശത്രുക്കളുടെയും ഫലമായിട്ടുള്ളതാണ്. അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ അവർക്ക് ന്യായമായ വിചാരണ ലഭിക്കാതിരിക്കാനുള്ള ഉയർന്ന അപകട സാധ്യതയുമുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആർട്ടിക്കിൾ 8(1) ക്ലോസ് 1A ക്ലോസ് 3 പ്രകാരം ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ആവശ്യം തീർച്ചയായും നിഷേധിക്കാൻ സാധിക്കും. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് നിയമപരമായി ഒരു ബാധ്യതയുമില്ല. സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന പലായനം ചെയ്യുകയും ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇസ്ലാമിക ബാങ്കിംഗ് സ്ഥാപനമായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വരികയായിരുന്നു. എന്നാൽ അപ്പോൾ മുതൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നതും. എന്നാൽ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറുന്നത് സംബന്ധിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്തയച്ചിരിക്കുകയാണ്. 2013 ഷെയ്ഖ് ഹസീന തന്നെ ഇന്ത്യയുമായി ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ട്. 1962 ഇന്ത്യയുടെ കുറ്റവാളി കൈമാറ്റ നിയമത്തിനു പുറമെ 2013 ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി ഉടമ്പടിയാണ് നിലവിലെ കേസിലെ സുപ്രധാന നിയമ ഉപകരണമായി പറയുന്നത്. 1962 കുറ്റവാളി നിയമത്തിലെ വകുപ്പ് 12 ക്ലോസ് 2 ഇന്ത്യയുടെ കൈമാറ്റ നിയമത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ കരാർ വിപുലീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യത ഉണ്ടെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. അതേസമയം ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂട്ടക്കൊലയിൽ ഹസീന വിചാരണ നേരിടണം എന്ന് തന്നെയാണ് ഇടക്കാല സർക്കാരിന്റെ നിലപാട്. ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നയതന്ത്ര തലത്തിൽ കത്ത് നൽകിയതായും ബംഗ്ലാദേശ് വ്യക്തമാക്കിയിരുന്നു. ഹസീനയ്ക്കെതിരെ കൂട്ടക്കൊലയാണ് ചുമത്തിയിരിക്കുന്നതും. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ സർക്കാർ വീണതോടെ ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഓഗസ്റ്റ് 5 മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരുന്നു. 4 മാസം പിന്നിടുമ്പോഴാണ് ഹസീനയെ തിരിച്ചയക്കണമെന്ന ശക്തമായ ആവശ്യം ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്നതും. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ ആഭ്യന്തര ഉപദേഷ്ടാവായ ജഹാംഗീർ ആലമാണ് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയതും. നിയമ നടപടിക്ക് ഹസീന എത്രയും വേഗം വിധേയമാകണമെന്നും വിദേശകാര്യ മന്ത്രിയായ തൗഫീഖ് ഹുസൈനും ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കൈമാറ്റ ഉടമ്പടി പ്രകാരം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.